നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വന്ദേ ഭാരത് തീവണ്ടിയിൽ അണലിയെ കണ്ടെത്തി. ചത്ത നിലയിലാണ് അണലിയെ കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും ബംഗളൂരിലേക്കുള്ള വന്ദേ ഭാരത് തീവണ്ടിയിലാണ് ചത്ത അണലിയെ യാത്രക്കാരൻ കണ്ടെത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് തീവണ്ടി പുറപ്പെടുകയായിരുന്നു. ഈ സമയത്ത് C6 കോച്ചിലാണ് ചത്ത പാമ്പിനെ കണ്ടത്. പുറപ്പെടും മുന്നേ തന്നെ ഇത് കാണുകയുണ്ടായി. റെയിൽവേയുടെ ശുചീകരണ തൊഴിലാളികൾ ഉടൻ തന്നെ എത്തി അവർ പാമ്പിനെയും എടുത്തു മാറ്റി. അതിനുശേഷം മാത്രമാണ് തീവണ്ടി പുറപ്പെട്ടത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഈ സംഭവം അരങ്ങേറിയത്. എറണാകുളത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പരാതിക്കാരനായ യാത്രക്കാരൻ. അതായത് പാമ്പിനെ കണ്ടെത്തിയ വ്യക്തി വിനു വർഗീസ് എന്ന യാത്രക്കാരനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 വയസ്സുള്ള കുഞ്ഞുമായി കോയമ്പത്തൂരിലേക്ക് പോകാനായി തീവണ്ടിയിൽ കയറുകയായിരുന്നു. ഈ സമയത്താണ് ഇവർ ചത്ത പാമ്പിനെ കണ്ടത്. സീറ്റിൽ ഇരുന്നപ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ പാമ്പ് കിടക്കുന്നത് കണ്ടത്. പേടിച്ചു പോയി. ആദ്യം അവർ ഒരു കളിപ്പാട്ടമായിരിക്കുമെന്ന് കരുതി. പക്ഷെ പിന്നീടാണത് പാമ്പാണ്, പക്ഷേ ചത്തതാണ് എന്ന് മനസ്സിലാക്കിയത്. പാമ്പിന് മുകളിൽ ഭാരമുള്ള എന്തോ വച്ചതുകൊണ്ടാണ് ചത്തതെന്ന് തോന്നുന്നു. അത്തരത്തിലാണ് ആ ഒരു പാമ്പിൻ്റെ ഒരു ബോഡി കിടന്നത്. എനിക്ക് മുന്നേ മറ്റൊരു സീറ്റിലിരുന്നയാൾ കണ്ടെങ്കിലും അയാളത് കളിപ്പാട്ടമാണെന്നാണ് കരുതിയത് എന്നും വിനു വർഗീസ് വ്യക്തമാക്കി. യാത്രക്കാർക്ക് പരാതി ഉന്നയിക്കാനുള്ള റെയിൽ മദത് പോർട്ടലിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാതി വിനു വർഗീസ് നൽകിയിട്ടുണ്ട്. തുടർന്ന് റെയിൽവേ ജീവനക്കാർ എത്തി പാമ്പിനെ മാറ്റുകയായിരുന്നു. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഈ സീറ്റുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്ന ചോദ്യമാണ് വിനു വർഗീസ് ഉന്നയിക്കുന്നത്. ഇത്രയും പണം മുടക്കിയല്ലേ നമ്മൾ ഈ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്യുന്നത്. പുറമേ നിന്ന് ഒരാൾ കൊണ്ടുവന്നിടുന്നതല്ല ഇത് എന്ന് വ്യക്തമാണ്. പരാതിപ്പെട്ടപ്പോൾ റെയിൽവേ ജീവനക്കാർ വന്ന് മാപ്പെല്ലാം പറഞ്ഞു. അവർ അത് എടുത്തു മാറ്റുകയും ചെയ്തുവെന്നും വിനു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സാധാരണ ഈ വന്ദേ ഭാരതിൽ തന്നെയുള്ള ശുചീകരണ തൊഴിലാളികളാണ് സീറ്റുകളെല്ലാം വൃത്തിയാക്കുന്നത്. പക്ഷേ ഈ പാമ്പിനെ കണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. ബംഗളൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന തീവണ്ടിയായിരുന്നു ഇതെന്നും വൃത്തിയാക്കലെല്ലാം പൂർത്തിയാക്കിയതായിരുന്നുവെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. ഈ വൃത്തിയാക്കുന്ന സമയത്തൊന്നും പാമ്പിനെ കണ്ടിട്ടില്ല. ശുചീകരണ സമയത്ത് പാമ്പിനെ കണ്ടിട്ടില്ലെന്ന് തൊഴിലാളികൾ ഉറപ്പിച്ചു പറയുന്നതിനാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. വിഷമുള്ള റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടനെയാണ് ഈ ഒരു വന്ദേ ഭാരതിൽ നിന്നും ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ പകർത്തി ഇവർ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. റെയിൽവേ മന്ത്രാലയത്തെ ടാഗ് ചെയ്തും നിരവധി പേർ ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചു. പാമ്പിനെ കണ്ടെത്തിയ സീറ്റിൽ നിന്ന് യാത്രക്കാരി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴാണ് സമീപത്തെ സഹയാത്രികരുടെ ശ്രദ്ധയിൽ പാമ്പിനെ പെട്ടത്. തൊട്ടടുത്ത സീറ്റിൽ ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നതിനാൽ സംഭവം യാത്രക്കാരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഉടൻ തന്നെ ടിക്കറ്റ് പരിശോധകനെയും ട്രെയിൻ ജീവനക്കാരെയും വിവരം അറിയിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശികളായ കുടുംബമാണ് സീറ്റിലിരുന്നത്. ഇവർക്ക് പിന്നീട് മറ്റൊരു സീറ്റ് അനുവദിച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥരുടൻ ഇടപെട്ടതിനാൽ പരാതി നൽകേണ്ടി വന്നില്ല എന്ന് മറ്റ് യാത്രക്കാർ പ്രതികരിക്കുകയുണ്ടായി. സംഭവമുണ്ടായിട്ടും ട്രെയിൻ യാത്ര തടസ്സമില്ലാതെ കൃത്യസമയത്ത് തന്നെ നടത്താനായി എന്നത് മറ്റൊരു നേട്ടം. എന്തായാലും ട്രെയിനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയുണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പല സംശയങ്ങളുമുണ്ട്. അപ്പോൾ എങ്ങനെ പാമ്പ് അവിടെ എത്തി എന്ന കാര്യം പരിശോധിക്കാനായി ട്രെയിനിലെ CCTV ദൃശ്യങ്ങളൊക്കെ കാണുകയുണ്ടായി. സുരക്ഷാ സംവിധാനങ്ങൾ ഏറെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിനുള്ളിൽ പാമ്പ് എങ്ങനെ എത്തി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ട്രെയിനിലെ ശുചീകരണ ചുമതല മെക്കാനിക്കൽ വിഭാഗത്തിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതേസമയം വന്ദേ ഭാരതിനെ സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് ആദ്യമായിട്ടല്ല. വന്ദേ ഭാരതിൽ വിളമ്പുന്ന ആഹാരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. മൈസൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഭക്ഷ്യ വിതരണത്തിൽ ഗുരുതര വീഴ്ച എന്ന ആരോപണം ശക്തമായിരുന്നു. യാത്രാമധ്യേ യാത്രക്കാരന് നൽകിയ പരിപ്പ് വടയിൽ ഫെവിക്വിക്കിന്റെ ട്യൂബ് കണ്ടെത്തിയ സംഭവം. ജൂലൈ 26 ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. IRCTC ക്യാൻറ്റീൻ മുഖേന വിതരണം ചെയ്ത ഭക്ഷണത്തിന്റെ പാക്കറ്റിലാണ് പശയുടെ ട്യൂബ് ഒട്ടിപ്പിടിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജ്യത്തെ ഏറ്റവും പ്രീമിയം ട്രെയിൻ സർവീസുകളിലൊന്നായ വന്ദേ ഭാരതിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് റെയിൽവേയുടെ വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിക്കും. ട്യൂബ് ശ്രദ്ധിക്കാതെ പരിപ്പോടെ കഴിക്കാൻ തുടങ്ങിയ യാത്രക്കാരുടെ വായിലാകെ പശ പറ്റിയ എന്നും പരാതിയിൽ പറയുന്നുണ്ട്. മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയ ഫെവിക്വിക് പോലുള്ളവ ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പശ വായിൽ പറ്റിയ ഉടനെ തന്നെ ഇദ്ദേഹം TTRന് വിവരം അറിയിക്കുകയും ഇതിനെതിരെ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. IRCTC അധികൃതർക്ക് ഔദ്യോഗികമായി പരാതി നൽകിയ ശേഷം ഇദ്ദേഹം തന്നെയാണ് ഈ വിവരം സമൂഹ മാധ്യമമായ X പ്ലാറ്റ്ഫോമിലൂടെ പൊതുസമൂഹവുമായി പങ്കുവച്ചത്. സംഭവത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ റെയിൽവേ കാറ്ററിംഗ് സർവീസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്.
യാത്രക്കാരുടെ ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഇത്തരം വീഴ്ചകൾക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ആവശ്യം. യാത്രക്കാരിൽ നിന്നും ഭക്ഷണത്തിന് തുക ഈടാക്കുമ്പോഴും അതിനനുസരിച്ചുള്ള ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ കാറ്ററിംഗ് ഏജൻസികൾ പരാജയപ്പെടുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ട്രെയിനിന് മുകളിലെ പാൻട്രി കാറുകളിലും കാറ്ററിംഗ് യൂണിറ്റുകളിലും കൃത്യമായ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കണമെന്ന നിർദ്ദേശവും ശക്തമാവുകയുണ്ടായി. ഒരു വശത്ത് ഈ വന്ദേ ഭാരതിൻ്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് റിപ്പോർട്ടുകളാവുന്നുണ്ട്. പക്ഷെ മറുവശത്ത് മറ്റു ചില നന്മകൾ കൂടിയുണ്ട്, അതും കൂടി നമ്മൾ പറയണമല്ലോ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹൃദയവുമായി സഞ്ചരിച്ച് റെക്കോർഡിട്ട ഒരു വന്ദേ ഭാരത് സൂററ്റിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള 250 കിലോമീറ്റർ ദൂരം വെറും 2 മണിക്കൂർ കൊണ്ടാണ് മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് താണ്ടിയത്. RPFും ഗുജറാത്ത് പോലീസും മെഡിക്കൽ വിദഗ്ധരും ഒന്നിച്ച് സംയുക്തമായി ഇറങ്ങി ഇവർ സൂററ്റിൽ നിന്നും അഹമ്മദാബാദിലെ UN മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജിയിലേക്ക് ഹൃദയവുമായി പായുകയായിരുന്നു. ഒരു വ്യക്തിക്ക് പുതിയ ജീവിതം ഇതിലൂടെ കിട്ടി. ഇന്ത്യൻ റെയിൽവേക്ക് സംതൃപ്തിയും മാത്രമല്ല പ്രൗഢിയും ഒക്കെ ഉണ്ടാകുന്ന നിമിഷമാണിതെന്ന് അഹമ്മദാബാദ് ഡിവിഷണൽ റെയിൽവേ മാനേജർ വേദ് പ്രകാശ് ഇതിന് പിന്നാലെ പ്രതികരണം നടത്തിയിരുന്നു. പ്രത്യേകം സജ്ജീകരിച്ച ഗ്രീൻ കോറിഡോറിലൂടെയായിരുന്നു ഹൃദയം അതിവേഗം എത്തിക്കാൻ സാധിച്ചത്. സൂററ്റിൽ നിന്നും രാവിലെ 8:58 പുറപ്പെട്ട ട്രെയിൻ 11:30 അഹമ്മദാബാദിലെത്തുന്നു. അഹമ്മദാബാദിലേക്ക് ട്രെയിൻ എത്തിച്ചേരുമ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മറ്റു സജ്ജീകരണങ്ങളെല്ലാം RPFും മെഡിക്കൽ സംഘവും ചേർന്ന് സജ്ജമാക്കിയിരുന്നു. വന്ദേ ഭാരതിൻ്റെ വേഗത, കൃത്യത, വിശ്വാസ്യത ഇതെല്ലാം നിർണായക ഘട്ടമായി അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിന് വളരെയധികം ഒരു നിർണായക ഏടായി മാറിയെന്ന് റെയിൽവേ അറിയിച്ചു. സാധന സാമഗ്രികൾ മാത്രമല്ല ജീവൻ സംരക്ഷിക്കേണ്ട അടിയന്തര ഘട്ടത്തിൽ നിർണായക ഇടപെടൽ നടത്താനും റെയിൽവേക്ക് കഴിയുമെന്നും അഭിമാനാർഹമായ നേട്ടമാണെന്നും ഗുജറാത്ത് മുഖ്യമന്ത്രി അന്ന് എക്സിൽ കുറിച്ചിരുന്നു. നിർണായക ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് ചെറിയ ചെറിയ വീഴ്ചകൾ, മറുഭാഗത്ത് വലിയ വലിയ നേട്ടങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.